ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് സാറ്റർഡേ മോർണിംഗ്. ഇന്ന് നിലുവിനെ അംഗൻവാടിയിൽ വിടുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്. അവന് ഞാനിന്ന് സ്നാക്സ് ആയിട്ട് വെക്കുന്നത് 2 പീസ് ബ്രെഡും കുറച്ച് ബനാനയുമാണ്. അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ലഞ്ച് അവൻ അങ്ങനെ കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടോസ്റ്റിൻ്റെ പീസസ് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. ഈ ഒരു സാരി ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ദുഃഖവെള്ളിയാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ആ ഒരു ഇയറിൽ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു ഓശാനം മുതൽ ഈസ്റ്റർ വരെ എല്ലാ ദിവസവും സാരി ഉടുക്കണമെന്ന്. അങ്ങനെ പർച്ചേസ് ചെയ്ത കൂട്ടത്തിലുള്ളതാണ് ഇത് കോട്ടൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിനെയാണോ മുൾമുൾ കോട്ടൺ എന്ന് പറയുന്നതെന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. പണ്ട് കയ്യും കാലും ഒക്കെ മുറിയുമ്പോൾ ബെറ്റാഡിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ച് കെട്ടില്ലേ, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള തുണി അതിങ്ങനെ ദേഹത്ത് പറ്റി ചേർന്ന് കിടക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസ് റണ്ണിങ് മെറ്റീരിയൽ ആണ്, പക്ഷെ ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്കോബയുടെ ഓരോ മീറ്റർ തുണി എടുത്തിട്ട് ഞാൻ ഇതുപോലെ 2 ബ്ലൗസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മേടിക്കുന്ന സാരികൾക്കൊക്കെ മാച്ച് ചെയ്യാനായിട്ട്. മീറ്റിംഗ് എക്സ്ക്ലൂസീവ്ലി 4th സ്റ്റാൻഡേർഡിൻ്റെ പാരൻസിന് മാത്രമായിട്ടായിരുന്നു. അവർ പറഞ്ഞ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും ഒക്കെ കേട്ടിട്ട് മനസ്സ് നിറഞ്ഞിട്ടുള്ള നിൽപ്പായിരുന്നു ഞാൻ അവിടെ നിന്നത്. ആൻഡ് യെസ്, വി ആർ ഗ്രോയിങ്. നെക്സ്റ്റ് ഇയർ 5th സ്റ്റാൻഡേർഡും കൂടെ തുടങ്ങാനുള്ള തീരുമാനമായിട്ടുണ്ട്. കുക്കു ഇന്ന് എൻ്റെ കൂടെ വന്നത് തന്നെ നാനയുടെയും ഡാഡയുടെയും കൂടെ തിരിച്ച് പുലിച്ചെറിയിലേക്ക് പോകാനായിട്ടാണ്. ഇനിയിപ്പോൾ സൺഡേ വൈകിട്ടേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. സാറ്റർഡേ സൺഡേയിലേക്ക് ചെയ്യാനുള്ള ഹോംവർക്ക്സും പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അവൻ്റെ ആ സ്പോർട്സ് ബാഗിലുണ്ട്. എല്ലാം ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങുവാണ്. ജെൻചേച്ചി അവിടെ ഡാരലിനെയും ഡെല്ലേനെയും പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനെ ഇരുത്തി അങ്ങ് പഠിപ്പിച്ചോളും. പക്ഷേ ഈ ചാടിത്തുള്ളിയുള്ള പോക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഒരു വിളി വരും, മമ്മ എനിക്ക് മമ്മയുടെ കൂടെ കിടന്നുറങ്ങണം, അളിയനോട് ഒന്ന് വരാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ കഴിഞ്ഞ ശനിയാഴ്ച അത് നടന്നിട്ടില്ല. ഞാൻ വീട്ടിലെത്തി നേരെ തന്നെ കിച്ചണിലേക്ക് ചെന്നിട്ട് വറുക്കാനുള്ള മീൻ അങ്ങിടാന്ന് കരുതി. നല്ല വിശപ്പുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അതായത് ഞാൻ സാരി ഉടുക്കുന്ന ദിവസങ്ങളിൽ അതിനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. വറുക്കാനുള്ള ചൂരയുടെ പീസസൊക്കെ എണ്ണയിലേക്ക് നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് ക്യാബേജ് തോരൻ ചൂടാക്കാനായിട്ട് ഞാൻ അവനിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മോര് കാച്ചിയതും കൂടിയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു. ഇതഴിക്കുന്നതിന് മുമ്പാണ് ഞാനിത് 1 പ്ലേറ്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കരിമണിമാല എൻ്റെതല്ല കേട്ടോ, അമ്മയുടേതാണ്. മീറ്റിംഗ് 10 മണിക്കായിരുന്നു, പക്ഷേ നിലു 9:30 എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അമ്മ വന്നപ്പോൾ ഈ കറുപ്പ് സാരിയല്ലേ ഉടുത്തേക്കുന്നത്, അതിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യുമെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് തന്നതാണ്. കൊച്ചിനെ അംഗൻവാടിയിൽ വിടാനുള്ള ഉത്തരവാദിത്തം കൂടിപ്പോയിട്ട് ഇന്ന് 2nd സാറ്റർഡേ ആണെന്നുള്ളത് ഓർക്കാതെയാണ് ഞാനത് പാക്ക് ചെയ്തതും അമ്മ അവനെയും കൊണ്ട് അംഗൻവാടിയിൽ പോയതും. അതുപോലെ തന്നെ 2 പേരും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കിട്ടിയ തക്കത്തിന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കാന്താര മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.